എന്തായാലും ഒരു കോൺഗ്രസ് നേതാവ് കൂടി ഒരു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പ്രതിയായിരിക്കുകയാണ്. കേരളത്തിലെ CPM നേതാക്കളെ വേട്ടയാടാൻ കേന്ദ്ര സർക്കാരിന്റെ വേട്ട നായ്ക്കളെ പോലെ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈയടിച്ചു മാത്രം ശീലമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു സമ്മാനം EDയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളും മുൻ മന്ത്രിയും നിലവിൽ MLA കെ ബാബുവിനെതിരെ ED അതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ കെ ബാബുവിന്റെ 25,82,000 രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വത്ത് സമ്പാദനത്തിന് പിന്നിൽ അനധികൃതമായ വഴികളായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ED കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. 2007 ജൂലൈ 1 മുതൽ 2016 ജനുവരി 25 വരെയുള്ള കാലയളവിൽ, അതായത് കെ ബാബു ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന കാലയളവിൽ ഉൾപ്പെടെയാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിരിക്കുന്നതെന്നും ഈ 25.82 ലക്ഷം രൂപയുടെ സ്വത്ത് കെ ബാബു അനധികൃതമായ വഴികളിലൂടെ സമ്പാദിച്ചതാണ് എന്നും ചൂണ്ടിക്കാണിച്ചാണ് കഴിഞ്ഞ വർഷം കെ ബാബുവിന്റെ ഈ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റപത്രം വരുന്നത്. 2016 ഓഗസ്റ്റ് 31 വിജിലൻസ് ആണ് ആദ്യം കെ ബാബുവിനെതിരെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. ആ അന്വേഷണം പിന്നീട് ED കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം പരിശോധിച്ചുകൊണ്ട് ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും CPM നേതാക്കളെ എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തുന്ന വേളയിൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ED ചോദ്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ CPMനെതിരെ ആരോപണ ശരങ്ങളുമായി രംഗത്ത് വരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ അടക്കമുള്ള നേതാക്കൾക്ക് ഈ വിഷയത്തിൽ എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം കരുവന്നൂർ ബാങ്ക് കേസ് തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. CPMനെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വേട്ടയാടാൻ ഒരു ആയുധമായി കരുവന്നൂർ കേസ് ED ഉപയോഗിച്ചപ്പോൾ ED അതിൻ്റെതായ ചില വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ ചോർത്തി നൽകുമ്പോഴെല്ലാം ആ വാർത്തകൾക്ക് കൈയടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് വാളയാർ അതിർത്തിക്ക് പുറത്തുള്ള EDയുടെ അന്വേഷണങ്ങളെല്ലാം മോശവും, കേരളത്തിന് അകത്തുള്ള വാളയാർ അതിർത്തിക്ക് ഇപ്പുറമുള്ള EDയുടെ CPM നേതാക്കൾക്കെതിരായ അന്വേഷണങ്ങളെല്ലാം ശരിയുമാണ് എന്നൊരു നിലപാടാണ് എപ്പോഴും കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ കോൺഗ്രസ് നേതാക്കൾ ഇനി വിശദീകരിക്കേണ്ടത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് ED തറപ്പിച്ചു പറയുന്ന സ്വത്ത് കണ്ടുകെട്ടിയ കെ ബാബുവിനെ ഇനി MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് നിർദ്ദേശിക്കുമോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ധാർമ്മികത ഇടയ്ക്കിടയ്ക്ക് CPMനെ ഓർമ്മിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും സ്വന്തം ക്യാമ്പിലുള്ളവർക്ക് തന്നെ ഈ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരു കോൺഗ്രസ് നേതാവ് കൂടി ഒരു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പ്രതിയായിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മന്ത്രി ഉൾപ്പെടെയായിരുന്ന ഇപ്പോഴും MLA ആയി തുടരുന്ന കോൺഗ്രസ് നേതാവ് കെ ബാബുവാണ്.